ഹായ് മക്കളെ, മുകളിൽ നിങ്ങൾക്ക് കുറേ പൂക്കളെ കാണാനായിട്ട് പറ്റുന്നില്ലേ? ഈ പൂക്കൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? എന്തെല്ലാം കാര്യത്തിലാണ് ഈ പൂക്കളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലേ? ചില പൂക്കൾ ഇങ്ങനെ കുലകളായിട്ട് നമുക്ക് കാണാൻ പറ്റും, പക്ഷെ ചിലത് ഇങ്ങനെ ഒറ്റ പൂ മാത്രമായിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. ഇനി അതുപോലെ തന്നെ എല്ലാ പൂക്കൾക്കും മണമുണ്ടോ? അതില്ല താനും. ഇനി എല്ലാ പൂക്കൾക്കും ഒരേ നിറമാണോ? അതുമല്ല അല്ലേ? ഇനി ഒരേ ഇതളുകളാണോ? അതായത് ഒരേ നമ്പർ ഓഫ് ഇതളുകളാണോ? അതുമല്ല. അപ്പൊ പല കാര്യങ്ങളിലാണ് ഈ പറയുന്ന പൂക്കളുകളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ പല നിറത്തിൽ തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള പൂ കാണാനായിട്ട് പറ്റും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ റോസാപ്പൂ കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ? ഈ റോസാപ്പൂ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ ചുവപ്പ് നിറം മാത്രമാണോ? അല്ല അല്ലേ? റോസ് നിറത്തിലും വെള്ള നിറത്തിലും മഞ്ഞ നിറത്തിലും ഒക്കെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിയും എങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ ചുവപ്പ് നിറം ആവണമെന്നൊന്നും ഇല്ല അല്ലേ? ചിലത് എന്താണ് മഞ്ഞ നിറത്തിലുണ്ടാവും, വെള്ള നിറത്തിലുണ്ടാവും. അപ്പോൾ പല നിറത്തിൽ കാണുന്ന പൂക്കളും ഉണ്ട്, ഒരേ നിറത്തിൽ മാത്രം കാണുന്ന പൂക്കളും ഉണ്ട്. ഒരേ നിറത്തിൽ മാത്രം കാണുന്ന പൂക്കൾക്ക് ഉദാഹരണമാണ് ഇതാ ഈ കൊടുത്തിരിക്കുന്ന നമ്മുടെ മുല്ലപ്പൂ, അതുപോലെ തന്നെ തുമ്പപ്പൂ. അതൊക്കെ ഏതാണ്? എപ്പോൾ നോക്കിയാലും അല്ലെങ്കിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നത് വെളുത്ത നിറത്തിൽ തന്നെയാണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ തുമ്പപ്പൂ, അതുപോലെ തന്നെ നമ്മുടെ മുല്ലപ്പൂ ഒക്കെ എന്താണ് ഇങ്ങനെ കുലകളായിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ പൂക്കളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, കാരണം പൂക്കളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള കുട്ടി കുട്ടി കുഞ്ഞു കുഞ്ഞു കോൺവെർസ് ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം. ബൈ.